ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ടുള്ള ഒരു കുഞ്ഞു ട്രിപ്പിൻ്റെ കഥയാണ് കേട്ടോ ഇന്ന് പറയാനുള്ളത്. വേറെ എവിടേക്കല്ല കേട്ടോ, ഞങ്ങൾ ഇന്ന് പോയത് വേറെ വാൽപ്പാറയിലോട്ടാണേ. അതിരപ്പള്ളി വഴി നേരെ വാൽപ്പാറയിലോട്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയില്ല, ഫുൾ തിരക്കായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിന്ന് ഞങ്ങൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ പോയി. പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോൾ എൻട്രൻസ് ഫീസൊക്കെ എടുക്കണം അത്ര. കുറച്ച് മാമന്മാർ നമ്മളെ തടഞ്ഞു. അപ്പോൾ നേരെ എൻട്രൻസ് ഫീസൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് കയറി പോയി കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത നല്ല തിരക്കുണ്ടായിരുന്നു. അതിരപ്പള്ളിയിലും വാൽപ്പാറയിലും പോണ വഴിക്ക് നല്ല രസമായിരുന്നു. കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയും മഞ്ഞും അതുപോലെ ഇടയിലിടയിലും തോടും പുഴകളും നല്ല ഫുൾ വൈബാട്ടോ. കുറച്ച് മാത്രമേ നമുക്ക് മഞ്ഞുണ്ടായിരുന്നുള്ളൂ, ഈ കോട. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഷോളയാർ ഡാം എന്ന് പറയുന്നത്. നല്ല വിസ്താരമായിട്ട് കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മാത്രമല്ല പോണ വഴിക്ക് ഞങ്ങൾ ഇടയ്ക്ക് നിർത്തി വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടുള്ള യാത്രയൊക്കെ തുടർന്നത്. കാരണം കാടിൻ്റെ ഉള്ളിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ വാൽപ്പാറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫുള്ള് തേയിലത്തോട്ടമാണ്. അതിൻ്റെ കഥ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഒരു യാത്ര, അത്ര തന്നെ. ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് നമുക്കൊരു ചായ കുടിക്കാനായിട്ട് വേണ്ടി നമ്മൾ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല ചായയും കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ ഈ ചായ ഈ തണുപ്പത്ത് നല്ല ചൂട് ചായ കുടിക്കാൻ വേറൊരു വൈബാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും അവിടെ ഇല്ല, തേയിലത്തോട്ടം മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇടയ്ക്ക് വണ്ടികളൊക്കെ നിർത്തി ഒന്ന് നമ്മളൊക്കെ കളിച്ച് പിള്ളേരെയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് കേട്ടോ താഴത്തേക്ക് ഇറങ്ങുന്നത്. കാരണം അത്രയും നല്ല പൊളി ക്ലൈമറ്റ് ആണ് അവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് ഹെയർ ബെൻ ഉള്ളത്. 40 ഹെയർ ബെൻ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഒന്ന് തൊട്ട് എണ്ണി നമ്മുടെ ലാസ്റ്റത്തെ ഫസ്റ്റ് ഹെയർ ബെൻ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും ടാറ്റയും ബൈ ബൈയും പറഞ്ഞ് നമ്മൾ വീണ്ടും പഴയതുപോലെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.